ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. അപ്പോൾ നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫെയർസിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ എടുത്ത 8 ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഒരു ദിവസം വെറും 10 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. എക്സാം വരെ നിങ്ങൾക്ക് ഇത്രയും ഒരു സെഷൻ തുടരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ഒന്നും ഒഴിവാക്കി കളയാനായിട്ടില്ല. അപ്പോൾ 10 ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് റിവിഷൻ എക്സാം നടത്താം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന റെക്കോർഡിന് അർഹനായത് കാമി റീത്തയാണ്. ഓക്കെ, നേപ്പാൾ സ്വദേശിയാണ്. 29 തവണയാണ് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന റെക്കോർഡ് കിട്ടിയത് ആർക്കാണ്? കാമി റീത്ത, നേപ്പാൾ സ്വദേശി. എവിടെയാണ്, എത്ര തവണയാണ്? 29 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, 2024 വെള്ളപ്പൊക്കത്തെ തുടർന്ന് തകർന്ന കിജാബെ എന്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയയാണ്. 2024 വെള്ളപ്പൊക്കത്തെ തുടർന്ന് തകർന്ന കിജാബെ അണക്കെട്ട് എവിടെയാണ്? കെനിയ രാജ്യത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ കിജാബെ അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കറണ്ട് അഫെയറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. കെനിയയിലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ആണ്, കോവിഡിനെതിരെ നിർമ്മിക്കപ്പെട്ട ഏത് വാക്സിനാണ് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ UK ഹൈക്കോടതിക്ക് സത്യവാങ്മൂലം നൽകിയത്? കോവിഷീൽഡ് ആണ്. അപ്പോൾ വാക്സിൻ എടുത്തവരൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക, അങ്ങനെ കുറേയധികം പാർശ്വഫലങ്ങൾ നേരിടുന്നുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ഓരോ ഗോസിപ്പുകളൊക്കെ കേട്ടിരുന്നു അല്ലേ. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ എന്താണ്, കോവിഡിനെതിരെ നിർമ്മിക്കപ്പെട്ട ഏത് വാക്സിനാണ് പാർശ്വഫലങ്ങളുണ്ട് എന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ UK ഹൈക്കോടതിക്ക് സത്യവാങ്മൂലം നൽകിയത്? കോവിഷീൽഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് 4ാമത്തെ ചോദ്യമാണ്, ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ഓപ്പൺ ഹൈമർ എന്ന ചിത്രമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് നേടിയത്. ഏത് ചിത്രമാണ്? ഓപ്പൺ ഹൈമർ എന്ന ചിത്രമാണ്. 5ാമത്തെ ചോദ്യമാണ്, 2024 ജനുവരിയിൽ എത്ര രാജ്യങ്ങൾക്കാണ് പുതുതായി ബ്രിക്സിൽ സ്ഥിര അംഗത്വം നൽകിയത്? ഓക്കെ, ബ്രിക്സ് ഉച്ചകോടി എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ. അപ്പോൾ ബ്രിക്സിൽ ആരൊക്കെയാണ് ഓൾറെഡി ഉള്ളത്? നമുക്ക് ബ്രസീലുണ്ട്, അതുപോലെ തന്നെ റഷ്യ, ഇന്ത്യ, ചൈന, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക. ഇതൊക്കെയാണ് നിലവിലുള്ളത്. ഓക്കെ, നിലവിലുള്ള രാജ്യങ്ങൾ ഇതൊക്കെയാണ്: സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ചൈന, ഇന്ത്യ, റഷ്യ. ഓക്കെ, ഇവരൊക്കെയാണ് മെയിനായിട്ട് ഉള്ള ബ്രിക്സ് ഉച്ചകോടിക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ പുതിയതായിട്ട് 5 രാജ്യങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്, സ്ഥിരാംഗത്വം ലഭിച്ചു. അത് ഏതൊക്കെയാണ്? ഈജിപ്ത്, ഇറാൻ, സൗദി അറേബ്യ, UAE, എത്യോപ്യ. ഓക്കെ, ഈജിപ്ത്, ഇറാൻ, സൗദി അറേബ്യ, UAE, എത്യോപ്യ. അപ്പോൾ ഇപ്പോൾ മൊത്തം 10 സ്ഥിരാംഗങ്ങളാണ് ബ്രിക്സിലുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ പുതിയതായിട്ട് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഓക്കെ, മൊത്തം 10 പേരായി കേട്ടോ. 6ാമത്തെ ചോദ്യം, എന്താണ് കുഫ്രി ഉദയ്? കുഫ്രി ഉദയ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സങ്കരയിനം ഉരുളക്കിഴങ്ങാണ്. ഓക്കെ, കുഫ്രി ഉദയ് എന്ന് പറയുന്നത് ഒരു സങ്കരയിനം ഉരുളക്കിഴങ്ങാണ്. നമുക്ക് കാർഷിക വിളകൾ പഠിക്കാനുണ്ട്, അപ്പോൾ അതിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യമാണ്, 2024 പത്മശ്രീ ബഹുമതിക്ക് അർഹനായ കാസർഗോഡുകാരനായ പരമ്പരാഗത നെൽ കർഷകൻ സത്യനാരായണ ബെലരി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, സത്യനാരായണ ബെലരി, അദ്ദേഹത്തിനാണ് 2024 പത്മശ്രീ ബഹുമതി നേടിയിട്ടുള്ള പരമ്പരാഗത ആയിട്ടുള്ള നെൽ കർഷകൻ. ഓക്കെ, 2023 പത്മശ്രീ ലഭിച്ച നെൽവിത്ത് സംരക്ഷകനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ്? അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാൻ പാർവതി ബറുവ ആണ്. ഓക്കെ, ബറുവ 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് പാർവതി ബറുവ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, 2023 ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വനിത നിർമ്മല സീതാരാമനാണ്. ഓക്കെ, നിർമ്മല സീതാരാമനാണ് ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വനിത. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലെ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് ആരുടെ ആത്മകഥയാണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി മനോജ് മുകുന്ദ് നരവനെ. ഓക്കെ, ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിരുന്നു മനോജ് മുകുന്ദ് നരവനെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും വളരെയധികം പ്രധാനപ്പെട്ടതാണ്, ഒന്നും ഒഴിവാക്കാനായിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും 10 എണ്ണം വെച്ച് പഠിക്കാം. അതുപോലെ തന്നെ നോട്ട്സ് എഴുതുകയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ തലേദിവസം പഠിച്ച ചോദ്യങ്ങളും കൂടി അങ്ങനെ പഠിച്ച് പോവുക.
നമുക്കറിയാം 20 മാർക്കാണ് കറണ്ട് അഫെയർസിനായിട്ടുള്ളത്. അപ്പം നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഈ കറണ്ട് അഫെയറിന് നല്ലൊരു പ്രാധാന്യമുണ്ട് കേട്ടോ. എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു ഏരിയ അല്ല കറണ്ട് അഫെയർ. അത്രയും എഫേർട്ട് എടുക്കുന്നവർക്ക് മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തരുന്ന കറണ്ട് അഫെയർ ചോദ്യങ്ങളെങ്കിലും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്